മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ തിരുവചന ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 14, 22, 23 തുടങ്ങിയ വചനഭാഗങ്ങളാണ്. അതിപ്രകാരമാണ്: ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നും ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി, ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു. ഏറ്റവും സ്നേഹപ്പെട്ടവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുക എന്നതും അത് ധ്യാനിക്കുക എന്നുള്ളതും നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം എപ്പോഴും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനത്തിലേക്ക് അല്പസമയം നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഒക്കെ ഏകാഗ്രതയോടെ ഒന്ന് തിരിച്ചു നിർത്താം. നമ്മൾ മനസ്സിലാക്കി, ഈശോ ആ 5 അപ്പം 5000 കൊടുത്തതിന് ശേഷമുള്ള സന്ദർഭം ശിഷ്യന്മാരെ നിർബന്ധിച്ചു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ. എന്നിട്ട് കർത്താവ് യേശു ചെയ്തതോ, യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് കയറി. ഏറെ നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവ് യേശു ആ സമയത്ത് വഞ്ചിയിൽ കയറിയ ശിഷ്യന്മാർ അങ്ങേ അകലെ കടലിലൂടെ യാത്ര ചെയ്ത് കണ്ണെത്താ ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഓർക്കണം പ്രിയമുള്ളവരെ, ഇനിയാണ് ഈ വചനത്തിൻ്റെ ഏറെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് യേശു കടലിൽ ശിഷ്യന്മാർ അപകടത്തിൽപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്നു. അതെങ്ങനെയാണ്? കണ്ണുകൊണ്ട് കർത്താവിന് കാണാൻ പറ്റാവുന്ന ദൂരത്തിലല്ല, ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ കരയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് യേശുമിശിഹായ്ക്ക് മനസ്സിലായി, ഉൾക്കണ്ണുകൾ കൊണ്ട് ഈശോ കണ്ടു, ഇതാ കടലിൽ തൻ്റെ ശിഷ്യന്മാർ വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നു, അപകടാവസ്ഥയിലാണ് അവർ ചെന്ന് പെട്ടിരിക്കുന്നതെന്ന്. അതായത് പ്രിയപ്പെട്ടവരെ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തികൾക്കും പുറം കണ്ണുകൾ കൊണ്ടല്ലാതെ അകക്കണ്ണുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും. അതുകൊണ്ടല്ലേ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെന്നുപെട്ടാൽ, പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉടനെ അവർ തിരിച്ചറിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 1, എങ്ങനെയാണ് ഈശോ ഈ ശിഷ്യന്മാർ അകപ്പെട്ട പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞത്, അവർ വലിയ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ, അതിശക്തമായി കർത്താവ് യേശു പിതാവായ ദൈവവുമായിട്ട് ഏകദേശം 8 മണിക്കൂർ സമയം രാത്രിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെ പേരെടുത്ത് പേര് പറഞ്ഞ് പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളും അങ്ങനെ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഉടനെ കർത്താവ് യേശുമിശിഹായ്ക്ക് ആ കാര്യം മനസ്സിലായത്, ഈശോ മനസ്സിലേക്ക് ആ കാര്യം തെളിഞ്ഞു വന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഒരല്പം വ്യത്യാസമുണ്ട്. ഇന്ന് ഒരേ വീട്ടിലാണ് മക്കളും മാതാപിതാക്കളും താമസിക്കുന്നത് എങ്കിലും പലപ്പോഴും പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന
കിടന്നുറങ്ങുന്ന, ജോലി ചെയ്യുക, പഠിക്കുകയൊക്കെ ചെയ്യുന്ന മക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല. തൊട്ടിപ്പുറത്തെ മുറിയിൽ പ്രായമായി കിടക്കുന്ന അപ്പനെയോ അമ്മയെയോ അവരുടെ വേദന എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇങ്ങേയറ്റത്ത് കിടക്കുന്ന മക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തേ കാരണം? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ വേളകളിൽ മക്കളെയും മാതാപിതാക്കളെയും സമർപ്പിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ പ്രായമായ മാതാപിതാക്കൾക്കറിയാം, മക്കളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ, അവർ വിദേശങ്ങളിലായിരിക്കാം, സ്വദേശത്തായിരിക്കാം, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ജോലി ചെയ്യായിരിക്കാം, എവിടെയായാലും ഒരു വയറുവേദനയോ ഒരു തലവേദനയോ ഒരു ചെറിയ ബുദ്ധിമുട്ടോ മക്കൾ അനുഭവിച്ചാൽ ഏറെ ദൂരെ ജീവിക്കുന്ന മാതാപിതാക്കൾ ആ നിമിഷം തന്നെ അസ്വസ്ഥരാകാൻ തുടങ്ങും. എൻ്റെ മകന്, എൻ്റെ മകൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അസുഖമാണോ വേറെ വല്ല വിഷമമാണോ, ഉടനെ തന്നെ അവരുടെ ശരീരത്തിൽ മുഴുവൻ അത് ഫീൽ ചെയ്യും മാതാപിതാക്കൾക്ക്. എന്തേ കാരണം എന്നോ, ഓരോ നിമിഷവും തങ്ങളുടെ മക്കളെ ഈശോയിലേക്ക് സമർപ്പിച്ച് ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പമൊക്കെ വ്യത്യാസം വന്നിട്ടില്ലേ? ഒരേ വീട്ടിൽ പല മുറികളിൽ കിടന്നുറങ്ങുന്നവർക്ക് പോലും, ഒരേ വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് ഈ പ്രാർത്ഥനയിലുള്ള ഐക്യവും ബന്ധവും കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയിൽ ദൃഢതയും പ്രാർത്ഥനയിലൂടെ പരസ്പരം ബന്ധിതരും ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും മീതെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. രണ്ടാമതായി തിരിച്ചറിയേണ്ട വലിയ സത്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും മീതെ കർത്താവ് യേശുമിശിഹാ നമ്മളെ കൈപിടിച്ച് നടത്തും. ഈ സത്യം, യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വചനത്തിൽ മനസ്സിലാക്കി, പത്രോസ് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു മനോഹരമായ ഒരു സംഭവം, വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചോദിക്കട്ടെ, നമ്മളിൽ ആരെങ്കിലും ഇങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ നടന്നിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ട്. എന്തുമാത്രം സന്ദർഭങ്ങളിലാണ്, സാഹചര്യങ്ങളിലാണ് ഇതുപോലെ വെള്ളത്തിന് മുകളിലൂടെ നമ്മൾ നടന്നിട്ടുള്ളത്. കടബാധ്യതയുടെ മേലെ, രോഗങ്ങളുടെ മേലെ, വല്ലായ്മകളുടെ മേലെ, വലിയ പ്രശ്നങ്ങളുടെ മേലെ, പ്രതിസന്ധികളുടെ മേലെ ഒക്കെ നമ്മൾ നടന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നടന്നു പോയപ്പോൾ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, ഈശോയാണ് എന്നെ ഇങ്ങനെ കടബാധ്യതയുണ്ടായിട്ടും അതിൽ മുങ്ങിപ്പോകാതെ കൈപിടിച്ച് വഴി നടത്തുന്നത് കർത്താവാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ തിരമാല പോലെ ആഞ്ഞടിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോഴും അതിനും മീതെ നടക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് കൈപിടിച്ച് നടത്തുന്നതുകൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുകയും തകർക്കാൻ നോക്കുകയും ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ സമയത്തും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മീതെ നടക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് യേശുമിശിഹാ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടില്ല. വലിയ രോഗം വന്നപ്പോൾ, മരിച്ചു പോകാമായിരുന്ന അവസ്ഥയിലായിരുന്നപ്പോൾ, അങ്ങനെയുള്ള ആക്സിഡൻറ്റ് സംഭവിക്കാമായിരുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് യേശുമിശിഹാ നേരിട്ട് ഇടപെട്ട് കൈപിടിച്ച് നടത്തിയതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിച്ചതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, എല്ലാ പ്രശ്നങ്ങൾക്കും മീതെ നമ്മളെ നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. പത്രോസ്ലീഹായെ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പത്രോസെ നീ ഇങ്ങ് പോരെ എന്ന്, നീ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ,
തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോൾ പതറിപ്പോകാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം, കൈപിടിച്ച് നിർത്തുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പ്രശ്നങ്ങൾക്ക് മീതെ കൈപിടിച്ച് നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട്, കർത്താവ് യേശുവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം എന്നും കാത്തു സൂക്ഷിക്കണം. എങ്ങനെയാണെന്നോ, നമ്മൾ ഈശോയുമായിട്ട് എപ്പോഴും ഹോട്ട് ലൈൻ ബന്ധം നമുക്കുണ്ടാകണം. ഒരിക്കലും വിച്ഛേദിക്കപ്പെടാത്ത, ഡിസ്റ്റർബൻസ് വരാത്ത, ഒരിക്കലും റേഞ്ച് ഔട്ട് ഓഫ് റേഞ്ചിലാകാത്ത വിധത്തിലുള്ള ഒരു ബന്ധം നമുക്ക് ഈശോയുമായിട്ട് വേണം. ആ ബന്ധത്തെയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു ഹോട്ട് ലൈൻ സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥന. വചന വായനയിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, മറ്റ് ആത്മീയ അഭ്യസനങ്ങളിലൂടെ ദൃഢമായ അഭേദ്യമായ ഒരു ബന്ധം ഈശോയുമായിട്ട് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. അത് എന്നിട്ട് ഒരിക്കലും മുറിഞ്ഞു പോകരുത്. നമ്മളതിനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നോ, സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ആബ്സെൻ്റ് ആകാതെ നോക്കും. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും ആബ്സെൻ്റ് ആവില്ല. എന്നും സ്കൂളിൽ പോയി പ്രസൻറ്റ് എന്ന് അതിൽ രജിസ്റ്റർ ബുക്കിൽ പേരിൽ നേരെ ടിക്ക് ചെയ്യും. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരിക്കലും ആബ്സെൻ്റ് ആകാൻ പാടില്ല. എന്നും പ്രസൻ്റ് ആയിരിക്കണം. ഒരിക്കലും നമ്മുടെയും കർത്താവിൻ്റെയും നേരെ ഒരു ആബ്സെൻ്റ് ഇൻറ്റു ചിഹ്നം വരരുത്. എന്നും റൈറ്റ് ചിഹ്നം വരാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം എന്നും നിലനിർത്താൻ, കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾ വരട്ടെ, ഏത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, അതിനെയൊക്കെ തരണം ചെയ്യാനും അതിന് മീതെ നടക്കാനും ഈശോ നമുക്ക് ശക്തിയും കെൽപ്പും കൃപയും തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതാണ് കർത്താവ് യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം നമ്മൾ സ്ഥാപിക്കണമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രിയുടെ 25-ാം വചനത്തിലാണ്. രാത്രിയുടെ 4-ാം യാമത്തിൽ ഈശോ വെള്ളത്തിന് മീതെ നടന്നു ചെന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ ഈശോ വെള്ളത്തിന് മീതെ നടന്നു ചെന്നു എന്നാണ് 25-ാം വചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം നാലാമതായിട്ട് തിരിച്ചറിയേണ്ടത്, പ്രതിസന്ധികൾക്ക് മീതെ നമ്മളെ രക്ഷിക്കാൻ വരുന്ന കർത്താവ്. അതൊരല്പം വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. എന്താണെന്നോ, എന്നെ രക്ഷിക്കാനായിട്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് എന്ത് അത്ഭുതം പ്രവർത്തിക്കാനും കർത്താവ് യേശുമിശിഹ തയ്യാറാകും. ഞാൻ ആവർത്തിക്കാം, നമ്മളെ രക്ഷിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് എന്ത് അത്ഭുതം പ്രവർത്തിക്കാനും ഈശോ തയ്യാറാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ 4-ാം യാമത്തിൽ വെള്ളത്തിന് മീതെ കൂടെ കർത്താവ് യേശുമിശിഹ നടന്നു ചെന്നു. ഇനി നമ്മൾ ആ വചനത്തെ അല്പം കൂടി ആഴത്തിൽ ഒന്ന് ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും, 4-ാം യാമത്തിൽ ഈശോ ചെന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ തിരമാല ഉണ്ടാകുന്നു. ഒറ്റയടിക്ക് ഏറ്റവും വലിയ തിരമാലയല്ലല്ലോ ഉണ്ടാകുന്നത്. ചെറിയ തിരമാലകളടിച്ചു, അത് ശക്തി കൂടി, അതിൻ്റെ വലിപ്പം കൂടി, അതിൻ്റെ ഉയരം കൂടി, അതിൻ്റെ തീവ്രത കൂടി, അങ്ങനെയാണ് തിരമാലകൾ ശക്തി ആർജിച്ച് ഇങ്ങനെ വരുന്നത്. ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, ആ പ്രശ്നങ്ങൾ ഒന്നും കൂടെ കൂടി, അതൊന്നും കൂടെ രൂക്ഷമായി, അത് അതിരൂക്ഷമായി. അപ്പോൾ അതാണ് 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അതിൻ്റെ എല്ലാ രൗദ്രഭാവവും പ്രാപിച്ചുകൊണ്ട് ഇതാ ശിഷ്യന്മാരുടെ നേർക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എക്സ്ട്രീം ഫോമിലായി കഴിഞ്ഞു. ആ സമയത്ത് കർത്താവ് യേശുമിശിഹ ഇതാ രക്ഷിക്കാനായിട്ട് വെള്ളത്തിന് മീതെ നടന്നു ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെയും നമ്മളെയും രക്ഷിക്കാനായിട്ട്
നമ്മൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നങ്ങളുടെയും അങ്ങേ അറ്റം എത്തുന്നതിന് മുന്നേ ഈശോ കടന്നു വരും. ചിലപ്പോൾ ഓർക്കും, ഓ കർത്താവേ, ഒരു പ്രശ്നം വന്നു, ഒരു കടബാധ്യത വന്നു, ഒരു രോഗം വന്നു, എൻ്റെ തുടക്കത്തിലേ വരാന്നേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഈശോയെ നീ എന്തുകൊണ്ട് വന്നില്ല, നീ ആ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും. കടബാധ്യത ചെറിയതുണ്ടായിരുന്നുള്ളൂ, എൻ്റെ അന്നേരം തന്നെ മാറ്റി തന്നില്ല, ഇത് മൂർച്ഛിച്ചല്ലോ, കണ്ടമാനമായല്ലോ എന്ന് വിചാരിക്കും. പ്രിയപ്പെട്ടവരെ ഓർക്കണം, കടലിൽ ചെറിയ ചെറിയ തിരമാലയുണ്ടായി നിസാര തോതിൽ ഇങ്ങനെ വഞ്ചി ഉലയാൻ തുടങ്ങിയപ്പോഴത്തേനും ഈശോ ചെന്നില്ല. അതതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഈശോ ചെന്നത്. അതാണ് വചനത്തിൽ പറഞ്ഞു, രാത്രിയുടെ 4-ാം യാമത്തിൽ പ്രതിസന്ധികളുടെയും തിരമാലയുടെയും കാറ്റിൻ്റെയും അങ്ങേ അറ്റത്തെ രൗദ്രഭാവം എത്തിയപ്പോൾ ഈശോ ചെന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതതിൻ്റെ രൂക്ഷതയിൽ എത്തിച്ചേരുമ്പോൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ഈശോ കടന്നു വരും. വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ആ പ്രതിസന്ധിയിൽ മുങ്ങിത്താഴ്ന്ന് ചാകാനായിട്ട് ഈശോ അനുവദിക്കില്ല. അതിനു മുന്നേ കർത്താവ് ഈശോ വരിക തന്നെ ചെയ്യും. ഇതാണ് നമ്മൾ 4-മതായിട്ട് ഈ വചനത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈശോ നമ്മളെ രക്ഷിക്കാനായിട്ട് എന്തത്ഭുതം പ്രവർത്തിക്കാനും ഈശോ തയ്യാറാകും. ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ ഒന്നും തന്നെ നടക്കില്ല എന്ന്. ഒന്നും തന്നെ നടക്കില്ല. അതല്ലേ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി വചനം പറയുന്നുണ്ട്. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. ശിഷ്യന്മാർ പത്രോസും കൂട്ടരും ഒക്കെ ആദ്യമായിട്ടല്ല ആ പുഴയിൽ, ആ കടലിൽ, ഗലീലി കടലിൽ വഞ്ചി തുഴയുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുന്നു. ഇവിടെ ഇതാ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നാണ് വചനം പറയുന്നത്. അവശരായി എന്ന് പറഞ്ഞാൽ എന്നതാ, ഇനി ആ തുഴക്കോല എങ്ങനെ ഒന്ന് ഉയർത്തി തുഴയാനുള്ള കരുത്തോ ആരോഗ്യമോ കൈകൾക്കില്ല, ശരീരത്തിനില്ല. അവർ മാനസികമായും ശാരീരികമായും അങ്ങേയറ്റം ക്ഷീണിച്ചു കഴിഞ്ഞു, അവശരായി. അതായത് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കാൻ നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പരാജയമാണിത്. സ്വന്തം ബുദ്ധി, എനിക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ, എനിക്ക് നല്ല കഴിവുണ്ടല്ലോ, എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാനെല്ലാം ചെയ്തോളാം എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്, ഒരു പതനമാണിത്. അവശരായിത്തീരും പ്രിയപ്പെട്ടവരെ. ഞാൻ ആരോഗ്യമില്ലാത്തവനാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നമ്മളൊക്കെ വലിയ ആരോഗ്യമോ കഴിവോ ഉള്ളവരല്ല. എൻ്റെ ചെറിയ ആരോഗ്യത്തോട് ചേർത്ത് വെച്ച് കർത്താവ് ഈശോയുടെ വലിയ ശക്തി കൂട്ടിച്ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ പരാജയപ്പെടില്ല. നമുക്കൊക്കെ എന്തോരം ബുദ്ധിയുണ്ട്, നിസ്സാര കടുകുമണി പോലെയുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. നമ്മുടെ ഈ കടുകുമണി പോലെയുള്ള ബുദ്ധിയിലേക്ക് ഈശോയുടെ ബുദ്ധിയുമായി അത് ചേർത്ത് വയ്ക്കുമ്പോൾ അസാമാന്യ ബുദ്ധി വൈഭവമുള്ളവരായിത്തീരും നമ്മൾ. നമുക്കൊക്കെ എന്തുമാത്രം സിദ്ധികളുണ്ട് പ്രിയപ്പെട്ടവരെ. വളരെ നിസാരമായ, വളരെ തുച്ഛമായ സിദ്ധിയുള്ളവരാണ്. എന്നാൽ എല്ലാറ്റിൻ്റെ അധീശനായ കർത്താവ് ഈശോയിലേക്ക് നമ്മുടെ കുഞ്ഞ് സിദ്ധിയെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 100 മടങ്ങ് വലിപ്പത്തിലുള്ള കൃപയുള്ള അഭിഷേകമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇത് തന്നെയാണ് ഇന്നത്തെ വചനം നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന്. നമ്മളാരും സ്വന്തം കഴിവിൽ അമിതമായി ആശ്രയിക്കരുത്. നമ്മളാരും എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, ആരും എന്നെ സഹായിക്കേണ്ട, കർത്താവ് പോലും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കരുത്. നേരെ മറിച്ച് നമ്മുടെ ചെറിയ ചെറിയ കഴിവുകളെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സിദ്ധികളെ, നമ്മുടെ സമയത്തെ എല്ലാത്തിൻ്റെയും ഉടയവനായ കർത്താവിലേക്കൊന്ന് സമർപ്പിച്ച് വിട്ടുകൊടുത്ത് ജീവിക്കാൻ സാധിച്ചാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. 5-മതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, താഴ്ചയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്ന കർത്താവ്. താഴ്ചയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുന്ന കർത്താവ്.
ആ 28-ാം വചനം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പത്രോസ് പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന്. കർത്താവേ എന്നെ രക്ഷിക്കണം, അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കൂ, വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പത്രോസ് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുങ്ങി താഴുന്നത് കണ്ടു. ഉടനെ പറഞ്ഞു, എന്നെ രക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. തിരമാലകളെ ശാന്തമാക്കിയതിന് ശേഷമോ കാറ്റിനെ അടക്കിയതിന് ശേഷമോ അല്ല ഈശോ പത്രോസിനോട് പറഞ്ഞത് നീ എൻ്റെ അടുത്തോട്ട് പോരെ എന്ന്. നേരെ മറിച്ച് തിരമാലകൾ അടിക്കുമ്പോൾ, കാറ്റ് വീശുമ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു നീ പോരെ എന്ന്. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി കഴിയുമ്പോഴല്ല പലപ്പോഴും ഈശോ നമ്മളോട് പറയുന്നത് നീ ഇങ്ങ് പോരെ എന്ന്. ആ പ്രശ്നങ്ങൾ അതിൻ്റെ രൂക്ഷതയിൽ വീശിയടിക്കുമ്പോഴും, പ്രതിസന്ധികൾ എല്ലാ ഭാവത്തിലും രൂപത്തിലും നിലനിൽക്കുമ്പോഴും ഈശോ നമ്മളോട് പറയും നീ എൻ്റെ അടുത്തോട്ട് പോരെ എന്ന്, നീ എൻ്റെ അടുത്തോട്ട് പോരെ എന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ പറയുന്ന കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പ്രധാനമായ ഒരു കാര്യം ഇതാണ്: എല്ലാ ശ്രദ്ധയും ഈശോയിൽ അർപ്പിക്കണം. എല്ലാ ശ്രദ്ധയും. പത്രോസ് അതുകൊണ്ടാണ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ചു വഴി നടന്നു. അയാൾ താന്നു പോയില്ല. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ ഇതാ ഉടനെ താഴാൻ തുടങ്ങി. എന്താ പറ്റിയെന്നോ? പത്രോസ് വെള്ളത്തിലേക്ക് അങ്ങ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സകല ശ്രദ്ധയും ഈശോയിൽ മാത്രമായിരുന്നു. ആ സമയത്ത് പത്രോസ് കാറ്റിൻ്റെ ശക്തി അറിയുന്നില്ല, തിരമാലയെ കാണുന്നില്ല, ഇങ്ങനെ പൊങ്ങിത്താഴുന്ന തിരമാലകളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം എല്ലാ ശ്രദ്ധയും ഈശോയിലാണ്. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ശ്രദ്ധ ഈശോയിൽ നിന്നും മാറി തിരമാലയിലേക്ക് ചെന്നു. കാറ്റിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. ഉടനെ പേടിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനസ്സ് പതരാതെ ശ്രദ്ധ മുഴുവൻ ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ജീവിതത്തിലെ ഒരു ശക്തിക്കും ഒരു തിരമാലകൾക്കും നമ്മളെ മുക്കി താഴ്ത്തി കളയാൻ സാധിക്കില്ല. ഈ വലിയ സത്യം വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ ശ്രദ്ധയും ഈശോയിൽ അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധികളും ഒരു പ്രശ്നങ്ങളും ഒരു തിരമാലയും ഒന്നും തന്നെ ഏശുകയില്ല. അതൊന്നും നമ്മളെ തൊടുക പോലുമില്ല. കാരണം എൻ്റെ ശ്രദ്ധ അത് മുഴുവനായിട്ടും 100% ഈശോയിൽ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവവചന ഭാഗം എന്നെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട വചനമാണ്. ഏത് പ്രതിസന്ധികളുണ്ടാകട്ടെ, ഏത് പ്രശ്നങ്ങളുണ്ടാകട്ടെ, അതിനൊക്കെ മീതെ നടന്നു വരാനും രക്ഷ പ്രാപിക്കാനും കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.